ഹലോ എവ്രി വൺ. നമ്മൾ ഇതുവരെ ടെൻസസിന്റെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കുറച്ച് ടെൻസസ് നന്നായി പഠിപ്പിക്കാമെന്ന്. അപ്പൊ മൊത്തം 12 ടെൻസസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആദ്യം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ. ഫസ്റ്റ് ഒന്നാണ് പാസ്റ്റ് ടെൻസ്, അല്ലേ? ഭൂതകാലം. പാസ്റ്റ് ടെൻസ് തന്നെ 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തേതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് നമുക്ക് പഠിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം കഴിഞ്ഞു പോയൊരു സമയത്ത് ചെയ്തു തീർത്തു. അക്കാര്യത്തെ പറ്റി പറയുമ്പോഴാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ പോയായിരുന്നു, ഞാൻ കണ്ടായിരുന്നു, വിളിച്ചായിരുന്നു, വന്നായിരുന്നു, ഇങ്ങനെയൊക്കെ പറയില്ലേ? വന്നായിരുന്നു, പറഞ്ഞായിരുന്നു. പല ഭാഷകളിലാണ് പല ആളുകൾ ഇത് പറയുന്നത്, പല രീതികളിലാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ പറയും? ഞാൻ പോയി, ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ വിളിച്ചു, അങ്ങനെ പറയും അല്ലേ? അത് ഏത് ടെൻസിലാ വരിക? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഇത് വരുന്നത്. അതായത് ജസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി ടൈമോട് കൂടി നമ്മൾ അതവിടെ പറയുന്നുണ്ടെങ്കിലും അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറും ഫോർമുലയും എങ്ങനെയാ വരിക? ഇവിടെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം. പാർട്ടിസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്ന വെർബ് ഫോം 5 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ ആദ്യം എടുത്ത യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5 ടൈപ്പിലെ സെക്കൻഡ് ടൈപ്പാണ് കഴിഞ്ഞു പോയ വേർബിന്റെ കഴിഞ്ഞു പോയ ഫോം. ഇപ്പൊ വാച്ച് ആണെങ്കിൽ വാച്ച്ഡ്, ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രാങ്ക്. ആ ഫോം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഞാൻ അവളെ ഇന്നലെ വിളിച്ചു, എങ്ങനെ പറയും? ഐ കോൾഡ് ഹർ. ഞാൻ പഠിച്ചു, ഐ സ്റ്റഡീഡ്. അപ്പൊ എല്ലാം സിമ്പിൾ ആയി പറയുക, ടൈമോട് കൂടി ചേർത്ത് പറയാം, അല്ലാതെ പറയാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഇംഗ്ലീഷ് ആൻസേഴ്സ് എന്താണ് വരുന്നത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കിയാലോ. താങ്ക് യു.